അല്ല, ഇന്ന് റോസ് ഡേക്ക് അല്ലേ, അപ്പോൾ എനിക്ക് ഒരാൾക്കൊരു റോസൊക്കെ കൊടുക്കാറുണ്ടെന്ന്. ഓ, ആ റോസ് എടുത്തിട്ട് റോസയിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോൾ കക്കൂസക്കറി ഇരുന്നവളാ. അവളുടെ ഒരു റോസ് ഡേ. അയ്യച്ചി, ഞാനുള്ള കാര്യം പറഞ്ഞോളൂ. നല്ലൊരു കാര്യത്തിനാകുമ്പോൾ കൂറ വായ നടച്ചു വെക്കാവോ? എന്ത്? ആ കൂറ വായ നടച്ചു വെക്കാവോന്ന് എന്നെ കൂറയെന്ന് വിളിക്കാൻ നീ ആടി. എൻ്റെ സംസ്കാര സമ്പന്നയായ മാതാവേ, ആ തിരുവായെന്ന് അടച്ചു വെച്ചിരുന്നെങ്കിൽ അടിയൊന്ന് ഇറങ്ങിയായിരുന്നു. അമ്മ എൻ്റെ ബാക്കി ഫ്രണ്ട്സിൻ്റെ അമ്മമാരിൽ നിന്നും ഭയങ്കര ഡിഫറെൻറ്റാണ്. അമ്മയ്ക്ക് ഞാൻ ആർക്കെങ്കിലും റോസ് കൊടുത്താലും പ്രശ്നമില്ല, പ്രപ്പോസ് ചെയ്താലും പ്രശ്നമില്ല, ആരെങ്കിലും എന്നെ പ്രപ്പോസ് ചെയ്താലും പ്രശ്നമില്ല, ഞാൻ ഈ ഡേറ്റിങ്ങിന് പോയാലും പ്രശ്നമില്ല. അതെന്താ അമ്മ ഇങ്ങനെ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയത്? എത്ര ഓളം കണ്ടതാ. നമുക്ക് മതി എൻജോയ്മെൻ്റ് ഒന്നും കിട്ടിയതെന്ന് പറഞ്ഞാൽ നിങ്ങളെയും കൂടെ പിടിച്ച് കൂട്ടിലിടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതില്ല. അതാണ്. എന്തായാലും നീയൊക്കെ പോവും. പിന്നെ ഒളിച്ചുളിച്ച് പോകേണ്ട കാര്യമില്ലല്ലേ. ഇതാകുമ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടെങ്കിലും പോവും. നമ്മളെയൊക്കെ കാലത്ത് ഒരാളിനോട് സംസാരിച്ചാൽ തന്നെ പിടിച്ച് കെട്ടിച്ചു വിടുക. എന്ത് കാലമായിരുന്നേ. ഓൾഡ് ജനറേഷൻ പീപ്പിൾ. എന്താ ഓൾഡ് ജനറേഷൻ? എടി, നിനക്കൊരു കൊച്ചുണ്ടാവുന്ന വരെയേ ഉള്ളൂ നീ ന്യൂ ജനറേഷൻ. അത് കഴിഞ്ഞാൽ നീയും ഓൾഡ് തന്നെ. നീ ഇപ്പം പറഞ്ഞിട്ട് പോണ്. നിൻ്റെ കൊച്ചിൻ്റെ സമയത്ത് ഇതും ആയിരിക്കത്തില്ല. കൊച്ചു അതിനെ വിളിച്ചുകൊണ്ടെങ്കിൽ വരും, എന്നിട്ട് ഇവിടെ കയറ്റിയൊക്കെ താമസിപ്പിക്കും. പിന്നെ കാണും കല്യാണവും കളവാണോ ഒക്കെ. മനസ്സിലായ അമ്മേ? റിമൈൻഡ് മൈ വേർഡ്സ്. ബെസ്റ്റായിട്ടുണ്ട്. എടി മോളെ, ഇന്ന് പത്രത്തിൽ റോസ് ഡേ ആയിട്ടൊരു തമാശ വെച്ച് അമ്മ പറഞ്ഞു തരട്ടെ. എൻ്റെ ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയറും ഒരേ സമയം ഒരേ പെണ്ണിനെ പ്രണയിച്ചു. ഈ ഡോക്ടറാണെങ്കിൽ ദിവസം ഈ കൊച്ചിനോരോ റോസാപ്പൂ കൊടുക്കും. അതേസമയം എഞ്ചിനീയർ ആണെങ്കിലോ അങ്ങനെ ദിവസം ഈ കൊച്ചിനൊരു ആപ്പിൾ കൊടുക്കും. അങ്ങനെ കുറച്ച് ദിവസം ആയപ്പോഴത്തേക്കും ഈ കൊച്ചു തന്നെ ഈ എഞ്ചിനീയറോട് ചോദിച്ചു, അല്ല, ഡോക്ടർ ദിവസം റോസാപ്പൂ തരുന്നത് മനസ്സിലാക്കാം, പക്ഷെ നിങ്ങൾ എന്തിനാണ് മനുഷ്യ എനിക്ക് ദിവസം ഈ ആപ്പിൾ കൊണ്ടിരുന്നതെന്ന്. അപ്പോഴല്ലേ എഞ്ചിനീയർ പറഞ്ഞു. എന്ത് പറഞ്ഞു? ആൻ ആപ്പിളേഡ് കീപ്സ് ദി ഡോക്ടർ അവേ. ഈ ഡോക്ടർ ചേർക്കാൻ പുറകെ കിടക്കുന്ന കാര്യം എഞ്ചിനീയർ ചേർക്കാൻ അറിയായിരുന്നു. ചിരിക്കണമായിരിക്കും അല്ലേ ഞാനൊക്കെ. എന്തൊരു ചളിയമ്മേ. രാവിലെ എണിറ്റ് ഒരു ഉളുപ്പില്ലാതെ വളപ്പടിക്കുക, എന്നിട്ട് തമാശ എന്ന പേര് ഞാനായിട്ടുണ്ട്. നിനക്കതിന് നല്ല കോമഡി ഒന്നും പിടിക്കത്തില്ല. നീ നോക്കിക്കൂടി, നിന്റെ കൊച്ചു നിന്റെ ഒരു കോമഡിക്കും ചിരിക്കത്തില്ല. കണ്ടോ, ഞാൻ ശപിച്ചിരിക്കുന്നു. എൻ്റെ അമ്മേ, വർഷത്തിലെ ഈ ഒരാഴ്ച പ്രണയത്തിൻ്റെ ആഴ്ചയാണ്. ഇന്ന് റോസ് ഡേ, നാളെ പ്രപ്പോസ് ഡേ, അതിൻ്റെ പിറ്റേന്ന് ചോക്ലേറ്റ് ഡേ, പിന്നെ ടെഡി ഡേ, പ്രോമിസ് ഡേ, ഹഗ് ഡേ, കിസ് ഡേ, അതിൻ്റെ പിറ്റേന്ന് വാലന്റൈൻസ് ഡേ. ഇതുപോലെ നീ ടൈം ടേബിൾ വെച്ച് പഠിച്ചിരുന്നെങ്കിൽ എവിടെ എത്തിപ്പോയാൽ എൻ്റെ മോള്. വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും ഒരു ഉത്തരവാദിത്വം എടുക്കാൻ വയ്യ. എന്നാൽ ഇമ്മാതിരി കാര്യങ്ങൾക്കൊക്കെ എന്തോരം ഉത്തരവാദിത്വം എൻ്റെ പൊന്നു മോക്ക്. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട, കണ്ടറിഞ്ഞങ്ങ് ചെയ്തോളൂ. ഞാൻ പോണേ. ഇനി ഇവിടെ നമ്മുടെ വർത്തമാനം കേട്ടാൽ എൻ്റെ സമയവും പോവും, അവൻ്റെ പാട്ടിനും പോവും. അമ്മേനെ അനുഗ്രഹിച്ചു വിട്ടെ. മക്കൾ പോയി നല്ല രീതിയിലൊക്കെ റോസാപ്പൊക്കെ കൊടുത്ത്, ഇനി അടുത്ത ദിവസം ചോക്ലേറ്റ് ഡേ വരുമ്പോൾ ചോക്ലേറ്റ് കൊടുത്ത്, ടെഡി ഡേ വരുമ്പോൾ ടെഡി കൊടുത്ത്, പ്രപ്പോസൽ ഡേ വരുമ്പോൾ പ്രപ്പോസലൊക്കെ കൊടുത്ത്, വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ തമ്മിൽ അങ്ങ് ഇണങ്ങി ചേർന്ന് പറയാമേ. ബ്രേക്കപ്പ് ആവുള്ള കേക്ക് ഈ അമ്മയുടെ വക നിങ്ങൾ രണ്ടുപേരും ചേർത്തിരുത്തി കട്ടിയിപ്പിക്കും. പിന്നല്ലാതെ അമ്മയോടൊക്കെ ഇതൊക്കെ പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതി. പ്രണയിക്കുന്നതൊക്കെ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് വെട്ടും കുത്തും കൊലയൊന്നും ഇവിടെ പറ്റത്തില്ല. എല്ലാം സമാധാനപരമായിട്ട്. സ്നേഹിക്കണോ? സ്നേഹിച്ചോ? പിരിഞ്ഞോ? പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ കൊല്ലും കൊലയും അടിയൊന്നും പറ്റത്തില്ല. എടാ, ബ്രേക്കപ്പ് ആയാൽ ബ്രേക്കപ്പിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. രണ്ടാൾക്ക് ഒന്നിച്ചു പറ്റില്ലെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പിരി തന്നെ വേണം, അല്ലാതെ മറ്റേ ആൾ തല്ലിക്കൊല്ലുമല്ല വേണ്ടുന്നത്. ശരിയാണ് അമ്മ പറഞ്ഞത്. എന്താ അല്ലേ, അതൊക്കെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ പഠിക്കണം. ബ്രേക്കപ്പും കേക്ക് മുറിച്ച് തന്നെ ആഘോഷിക്കണം. കൊച്ചു കള്ളി. നീ നോക്കിക്കൊടി മോളെ, നാളെ ഒരു കാലത്ത് അമ്മ പറഞ്ഞത് സുവർണവചനം. എൻ്റെ അമ്മേ നമിച്ച്. നേരത്തെ വളുപ്പ് കഥ പറഞ്ഞ നേരത്തെ ഇമ്മാരി വല്ല നല്ല കാര്യങ്ങളും അപ്പോഴേ അങ്ങ് പറഞ്ഞിരുന്നെങ്കിലോ. ഇനി പോയിട്ടോ. ഓക്കെ.